ഇല്ലേ? അപ്പൊ എല്ലാം കഴിഞ്ഞപ്പോ ഇനി പത്മനാഭസ്വാമിയുടെ മുതലും ഇനി ഗുരുവായൂർ അമ്പലത്തിലെ മുതലും കൂടെ അടിക്കാനായിട്ടാ പ്ലാൻ ഇട്ടിരിക്കുന്നത്. അവസാനം വന്നപ്പോ അയ്യപ്പൻ പണി കൊടുത്ത്. ഈ അയ്യപ്പൻ ആരാന്നാ വിചാരിക്കുന്നത്? ഉറപ്പാ രക്തം തൂറി വാരിയിട്ട് ചാവും. ഇതിനകത്ത് പിണറായി വിജയനെ ആൾക്കാർ വെറുത്തത് എന്തെന്നാ, എന്തുകൊണ്ടാ വെറുത്തതെന്ന് അദ്ദേഹത്തിന്റെ കൈയിരിപ്പുണ്ട്. അദ്ദേഹത്തിന് ചിന്തിക്കാൻ ബുദ്ധിയില്ല. ഇവിടെ വരെ ഫൈറ്റ് ചെയ്ത് വരാനും വന്നൊരു കേരളത്തിന്റെ ഒരു MLA ആവാനും വേറൊരു മന്ത്രി ആവാനും മുഖ്യമന്ത്രി ആവാനും ഒക്കെ ബുദ്ധിയും കഴിവുണ്ടായ ഒരാൾക്ക് എന്തുകൊണ്ട് ബാക്കിയുള്ള ബുദ്ധി ഇല്ലാതെ പോയി? ബാക്കിയുള്ള ബുദ്ധി എന്താ ഇല്ലാതെ പോയത്? അദ്ദേഹത്തിന്റെ കൈയിരിപ്പ് കൊണ്ട് സംഭവിച്ചു. അദ്ദേഹം തന്നെ വലയിട്ട് വീശിപ്പിടിക്കുകയായിരുന്നു പ്രശ്നങ്ങൾ, അറിയോ? അല്ലാതെ അങ്ങോട്ട് ചെന്ന് കയറിയതല്ല. അദ്ദേഹം തന്നെ വലയെറിഞ്ഞ് തൂത്തുവാരി പിടിച്ചതാ പ്രശ്നങ്ങൾ. അദ്ദേഹം തന്നെ സൃഷ്ടിച്ച പ്രശ്നങ്ങളാണ്. ഉദ്യോഗസ്ഥര് അദ്ദേഹത്തിന്റെ ഒപ്പം നിന്നിരുന്ന അദ്ദേഹം ഫസ്റ്റിൽ ചെയ്തൊരു തെറ്റെന്താണ്? വന്നപ്പം സെക്രട്ടേറിയറ്റില് അത്തപ്പൂക്കളിടാൻ പറ്റത്തില്ല. അതോടുകൂടി അയാളെ പീസ് അന്നേ ഊരി. പിന്നെ ഒരു നേതാവുണ്ടല്ലേ, ഒരു അമ്പലത്തിൽ പാട്ട് വെച്ചപ്പം പോയിട്ട് പീസ് ഊരി. അവസാനം എല്ലാത്തിന്റെയും പീസ് ഊരിയില്ലേ? ഇതിന്റെയൊക്കെ കണക്ക് പറയണ്ടേ? ഇതിന്റെ എല്ലാം കണക്ക് പറയണ്ടേ? അയ്യപ്പന്റെ അടുത്ത് പോയി കാണിച്ചതിന്റെ രീതി അല്ല ജനങ്ങൾ ഏതെങ്കിലും ഒരു വിശ്വാസികള് അത് പോട്ടെ, വിശ്വാസി എന്നുള്ളത് ഏതെങ്കിലും മതക്കാരതിനെ അംഗീകരിച്ചു കൊടുക്കുവോ? വിടുവോ? അതൊക്കെ തെറ്റല്ലേ? സ്വാധീനമുണ്ട്, കഴിവുണ്ടെന്ന് കരുതി എന്തും അങ്ങ് ചെയ്യാമെന്നുള്ളത് പത്മനാഭസ്വാമിയും ഇടയും മുതലെടുക്കാം, ഗുരുവായൂരിന്റെ മുതലെടുക്കാം, അയ്യപ്പന്റെ ഇതൊക്കെ ഹിന്ദുക്കളുടെ ധനമല്ലേ? ഇല്ലേ? ഒരു വിശ്വാസികളുടെ ധനമല്ലേ? അവർക്ക് അർഹതപ്പെട്ടതല്ലേ? അതെടുത്ത് ആരെല്ലാം ജീവിക്കുന്നു, അവരെല്ലാം അതുകൊണ്ട് ജീവിക്കുന്നെന്ന്. എന്നിട്ട് അവരെ കൊള്ളത്തില്ല, അവര് മോശം. അപ്പൊ അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അവരെ വെറുക്കാൻ ഉള്ള വഴി അദ്ദേഹം തന്നെ ഒരുക്കിയതാണ്, അല്ലാതെ ആരുടെയും കയ്യിൽ തെറ്റൊന്നുമല്ല. അയ്യോ, അത് മൂളോടെ പോകും, ചെവിടെ അടിത്തറയോടുകൂടി പൊക്കും, ചിലപ്പോൾ അതിന്റെ ഫൗണ്ടേഷനോടുകൂടി ചിലപ്പോൾ പൊങ്ങിപ്പോകും, അതുറപ്പാ. കാരണം വെച്ച് കഴിഞ്ഞാലേ എന്തൊരു ഇതാട്ടോ ഒരണ്ണന്മാര് പറഞ്ഞ് തെളിയിക്കാമെങ്കിൽ തെളിയിച്ചോട്ടെ, കാണട്ടെ, തെളിയിച്ച് കാണിക്കട്ടെന്ന്. അവസാനം തെളിഞ്ഞല്ല അകത്ത് പോയി കിടന്ന് ഉണ്ട എന്നപ്പം ഒന്നും പറയാനില്ല ഇപ്പം, ഇല്ലേ? അപ്പൊ എല്ലാം കഴിഞ്ഞപ്പോ ഇനി പത്മനാഭസ്വാമിയുടെ മുതലും ഇനി ഗുരുവായൂർ അമ്പലത്തിലെ മുതലും കൂടെ അടിക്കാനായിട്ടാ പ്ലാൻ ഇട്ടിരിക്കുന്നത്. അവസാനം വന്നപ്പോ അയ്യപ്പൻ പണി കൊടുത്ത്. ഈ അയ്യപ്പൻ ആരാന്നാ വിചാരിക്കുന്നത്? ഉറപ്പാ രക്തം തൂറി വാരിയിട്ട് ചാവും. ഇതിനകത്ത് ആര് കൈവച്ചിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പാണ്, ഗ്യാരണ്ടിയായ കാര്യമാണ്, സംശയമില്ലാത്ത കാര്യം. അയ്യപ്പനെ തൊട്ട ഒരെണ്ണത്തിനും എങ്ങും പോയി പിഴയ്ക്കാൻ പോകത്തില്ല. മനസ്സിലായ? ചോര തൂറി തന്നെ ചാവും. അതിനകത്ത് യാതൊരു സംശയമില്ല. സംശയമില്ലെന്ന് പറഞ്ഞാൽ സംശയമില്ല. അതായത് മാരകമായ മാറാരോഹം പിടിപെട്ട് തന്നെ അയ്യപ്പൻ എന്ന് പറഞ്ഞത് ആരാ? അണുവിന്റെ പ്രതീതിയാണ്, അതറിയോ? ആ അണുവിന്റെ ആ ശക്തിയെ തൊട്ട് കളിച്ചാലേ ഏവനെങ്കിലും എവിടെങ്കിലും പോയി പഠിക്കാൻ പറ്റുമോ? അയ്യപ്പന് ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല, രാഷ്ട്രമില്ല, ഒന്നുമില്ല, അല്ലേ? എനിക്കിന്ന് 63 വയസ്സുണ്ട്. ഞാൻ എന്തുകൊണ്ടാ പറയുന്ന ഒരു മാറ്റം വരണമെന്ന്? ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. ഇതൊക്കെ തെളിയിക്കപ്പെടണം. ഇതിന്റെയൊക്കെ ഈ അയ്യപ്പന്റെ മുതലൊക്കെ പോയ വഴി എവിടാണ്? ഇതിന്റെയൊക്കെ പ്രധാനപ്പെട്ട ആൾക്കാരാണ്. ഇനിയും ഞാൻ പറയുന്നു യഥാർത്ഥ ആൾ ഇന്നും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. അവരുടെ മുന്നിൽ ഇന്നും എത്തിയിട്ടില്ല അന്വേഷണം, അതറിയോ? അതുകൊണ്ട് അദ്ദേഹം ഇനിയില്ല പറഞ്ഞ പോലെ എന്റെ ഒരു റിക്വസ്റ്റ് ആണ് പിണറായിയോട്. എനിക്കൊരു റിക്വസ്റ്റേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ ഒരു 5 കൊല്ലത്തിന് മുമ്പ് പറഞ്ഞതാ, താങ്കള് കഴിവിന്റെ പരമാവധി എന്തായാലും ആ പാർട്ടിയുടെ പേരും അഡ്രസ്സും കളഞ്ഞ് ഉന്മൂലനം ചെയ്ത് മണ്ണിൽ ഏതാണ്ട് ഒരു പരുവം ആക്കി ഇട്ടേക്ക്. ഇന്നത് മണ്ണ് ആൾക്കാരിനെ ചവിട്ടി അങ്ങ് മൂടിയാൽ മാത്രം മതി, ബാക്കിയെല്ലാം ഒക്കെ കിടക്കുകയാണ്. അതുകൊണ്ട് താങ്കൾ ചെയ്തതെല്ലാം ചെയ്തു. ഇനി ഇവിടെ ജീവിച്ചിരിക്കുന്നവർക്ക് വിനാശം ഉണ്ടാക്കാതെ, ഇവിടെ മതങ്ങളെ വളർത്തി അല്ലെങ്കിൽ മതസ്പർശ വരുത്താതെ, നിങ്ങൾ ഒരു വിവാഹത്തിന് വാരിക്കോരി കൊടുത്തങ്ങ് ചുമന്നങ്ങ് ഏതാണ്ടങ്ങ് ആകാശം മുട്ട ആക്കാൻ നോക്കാതെ താങ്കള് എവിടെങ്കിലും പോയി സ്വസ്ഥമായിട്ട് ഉള്ള മരുന്നും കഴിച്ച് റെസ്റ്റ് എടുക്കാൻ നോക്കും. അതായിരിക്കും താങ്കൾക്ക് നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ആയുസ് അറിയാതെ പോലും നമുക്ക് എന്തെങ്കിലും അസുഖം പിടിപെട്ടുപോകും.